ഇതുവരെ ഒരു പടം എഴുതിയിട്ടില്ല? ഇല്ല. അക്ഷരാഭ്യാസം കുറവുള്ളതുകൊണ്ട് എഴുതാറില്ല. നമുക്കൊരു സീനോടൊക്കെ മനസ്സിൽ ചിന്തിച്ച് പിന്നെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കലേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻസോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ടൈപ്പ് എഴുതുകയൊക്കെ ചെയ്യുന്നത്. കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഫയല് പൂജ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആ ഫയലെങ്ങാണ് നമ്മൾ തൊട്ടെന്നറിഞ്ഞ ഇനി സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റിയല്ല. കേരളത്തിൽ പല സ്റ്റേഷനുകളിലും ഇതേ കണക്കുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ചോര പൊടിയുന്ന ഫയലൊക്കെ ഉണ്ടോ? ചോര പൊടിയുന്നല്ല, ഇത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ചോര പൊടിയലും യൂണിഫോമിൽ രക്തം പറ്റാത്തതും വഴി കിടക്കുന്ന ആക്സിഡന്റ് ഉള്ള ആളെ എടുത്തോണ്ട് പോകണ്ടേ? അല്ലാതെ സസ്പെൻഷൻ ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ശരിക്കും ലാലേട്ടനും മമ്മൂക്കും കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതിന്റെ ഒരു ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. ആയിരക്കണക്കിന് കഥ അവർ കേൾക്കാൻ ക്യൂ നിൽക്കുമ്പോഴാണ്. ലാലേട്ടനോട് പാട്രിയോട്ട് സെറ്റ് വെച്ചൊരു ഐഡിയ ബൗൺസ് ചെയ്തു. അപ്പൊ അത് അദ്ദേഹം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി കൊണ്ടുവരാമെന്ന് ചോദിച്ചു. പക്ഷെ ഐഡിയ വൈസ് പുള്ളിക്ക് വർക്കായി. അപ്പൊ ഇനി അതിന്റെ ഒരു ചെറിയൊരു എഴുത്തും പ്രോസമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കും. പൊതുവെ ഹൊറർ സിനിമയിൽ എപ്പോഴും ഒരു മൃഗം കാണിക്കും. എന്തുകൊണ്ടാണ് പല്ലിലേക്ക് എത്തിയത്? ഇത്രയും അന്ധവിശ്വാസം സഹിക്കുന്നതുകൊണ്ട് വേറെ ജീവിയില്ല. തോളി വീണ പ്രശ്നം, തലയെ വീണ പാല് മുറിഞ്ഞ പ്രശ്നം, കളർ മാറിയ പ്രശ്നം. അല്ല, കളർ അതുണ്ട്. ഗളിശാസ്ത്രത്തിന്റെ അകത്ത് മറ്റേ റേസിസം ഒക്കെ ഉണ്ട്. കറുത്തതും വെളുത്ത വെള്ളിയൊക്കെ ഉണ്ട്. ചാക്കോച്ചന്റെ തേച്ചു മിനുക്കിയിൽ നിങ്ങളുടെ എഴുത്തിന് ഒരുപാട് അങ്ങനല്ല. എന്റെ എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ ആണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. അതിപ്പോ ജോസഫ് ആണെങ്കിലും അയാളുടെ കഥയാണ്. ഇപ്പൊ നായിട്ട് വരുമ്പോൾ 3 പേർക്കും ഐഡന്റിറ്റി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെയിലറിന്റെ അടിയിലാണെങ്കിലും കമന്റ് ഇടുന്നത് ഷാഹി ചക്കോച്ചൻ കോംബോനെ കുറിച്ചാണ്. അത് 2 സിനിമ വിജയിച്ചുകൊണ്ടാണ്. രാവിലെ 4 മണി മുതൽ 8 മണി വരെ മാത്രം ജോലി ചെയ്യുന്ന, എഡിറ്റിംഗ് ജോലി ചെയ്യുന്ന ഒരാളെങ്ങനെ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഡയറക്ടറായി? അത് ഭയങ്കര പാടായിരുന്നു. കാരണം അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചില സുഹൃത്തുക്കൾ ഏർപ്പാടാക്കിയ ഒരു ഏർപ്പാടാണ് ശരിക്കും സംവിധാനം എന്ന് പറഞ്ഞ പരിപാടി. കാരണം ഞാൻ സെറ്റിൽ പോയി വേർക്കുന്നതും അങ്ങനെ ബുദ്ധിമുട്ട് നോക്കി കണ്ട് ആസ്വദിക്കാമെന്ന് ഒരു തെറ്റിദ്ധരിച്ചു. സംവിധാനം ഉപ്പായി അണിഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റ് സംവിധാനം അറിയുകയും നമ്മൾ എൻജോയ് ചെയ്യുകയും കൃത്യമായി ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഒന്നും കാണാൻ പറ്റില്ല. ചുമ്മാ വെയിലത്തെ പാലക്കാട് ഇറങ്ങി കഴിഞ്ഞപ്പം താനൊക്കെ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊരു 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം AC റൂമിലായിരുന്നല്ലോ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് തോന്നി? അല്ല, അത് തന്നെ. അത് ഞാൻ ശരിക്കും കേട്ടോ ആദ്യം ഒരു ആവേശത്തിന് ഞാൻ സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിച്ചെങ്കിലും അത് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിലേക്ക് അടുക്കും തോറും എനിക്ക് എന്നതിന് വിശ്വാസം ഉണ്ടായില്ല. അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, അല്ല വർക്ക് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി നമുക്ക് ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞോടുകൂടി നമുക്ക് മനസ്സിലായി നമ്മളും സാധാരണ മലയാളി തന്നെയാണ്. വെയിലും മഴയും നമുക്ക് പ്രശ്നമല്ല. ഈ രാവിലെ 4 മണി മുതൽ 8 മണി വരെ എന്താ ഈ സമയത്ത് എണീറ്റ് എഡിറ്റ് ചെയ്യാൻ എന്താ കാരണം? അല്ല, വേറൊന്നുമല്ല. ആ സമയത്ത് വേറെ എന്താ പറയുക, ഫോണൊന്നും വരില്ല. വേറെ ശല്യങ്ങളൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എനിക്ക് തോന്നുന്നത് ആ ഒരു 8 മണി വരെ ഞാൻ പണ്ട് മുതലേ ഏർലി റൈസറാണ്. അപ്പം 4 ചിലപ്പോൾ 5 ആവുമായിരിക്കും. അങ്ങനെ 1 മണിക്കൂർ നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളി. 4-8 എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു എപ്പിസോഡൊക്കെ തീരുന്നവരെയൊക്കെ നമ്മളൊരു പ്രോസസ്സ് അങ്ങനെ നമ്മൾ പിടിച്ച് പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെന്നുള്ളതാണ്. പൊതുവേ ഒരു 11 മണിക്ക് നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കിടന്നുറങ്ങി അതിന് പകൽ മുഴുവൻ നമുക്ക് എന്ത് വേണം ചെയ്യാനുള്ള സമയമുണ്ട്. സിനിമ കാണാം, യാത്ര ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നമുക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തിരക്കില്ലാത്ത എഡിറ്ററാണ് ഞാൻ. യാതൊരു വേറെ വേണമെങ്കിൽ വേറെ സിനിമ ചെയ്യാം. നമുക്കിങ്ങനെ എഴുതാൻ സമയമൊക്കെ ഉണ്ടോ എഡിറ്ററെ പോലെ? ഇല്ല, ഞാനങ്ങനെ എഴുതാറില്ല. അക്ഷരാഭ്യാസം കുറവുള്ളതുകൊണ്ട് എഴുതാറില്ല. നമുക്കൊരു സീനോടൊക്കെ മനസ്സിൽ ചിന്തിച്ച് പിന്നെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കലേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻസോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ടൈപ്പ് എഴുതുകയൊക്കെ ചെയ്യുന്നത്. ഇതുവരെ ഒരു പടം എഴുതിയിട്ടില്ല? ഇല്ല. അപ്പൊ എങ്ങനെ മൊത്തം കഥ സ്ക്രിപ്റ്റ് എങ്ങനെയാ? ഞാനൊരു സീനോട് എഴുതി വെക്കും, അല്ലെ ഉണ്ടാക്കി വെക്കും. പിന്നെ അത് ഓരോ സീനങ്ങ് കണ്ണടച്ച് കിടന്നങ്ങ് പറയും, ആരെങ്കിലും എഴുതിയെടുക്കും, അല്ലെ ടൈപ്പ് ചെയ്യും. പറയുമ്പോൾ ഉള്ള പ്രശ്നം ഒരിക്കൽ പറഞ്ഞത് രണ്ടാമത് പറയുമ്പോൾ കയ്യിൽ നിന്ന് പോകില്ലേ? ഇല്ല, അങ്ങനെ ഒരു കൃത്യതയുണ്ട്. പോവില്ല. പിന്നെ രണ്ടാമത് നമ്മളത് വായിച്ചു നോക്കി എഡിറ്റ് ചെയ്യിപ്പിക്കും. നമ്മൾ പറയുന്നത് എനിക്ക് കണ്ണടച്ച് കിടക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന കണക്ക് ചിന്തിക്കാൻ പറ്റും. എഴുത്തും ചിന്ത ഒരുമിച്ച് നടക്കില്ല. നോട്ട്സ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഷാഹി നറേറ്റ് ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ട് അങ്ങനെ അത് നോക്കി ആരെങ്കിലും ഫെയർ ചെയ്യണം. ഷാഹിയുടെ കൂടുതൽ സിനിമയും നൈറ്റാണ്, നമ്മളാണെങ്കിൽ അതിരാവിലെയാണ്. എങ്ങനെ ഒപ്പിച്ചു? അല്ല, അത് പൊതുവെ നൈറ്റ് ഷൂട്ടിന് ഞാൻ പോകാറില്ല. കാരണം ഞാനൊരു 10-10:30 മണിക്ക് ഉറക്കം വരുന്ന ആളാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു 6 ദിവസമല്ലേ, 6-8 ദിവസം ഫുൾ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. 10 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഇച്ചിരി പാടായിരുന്നു. നമ്മളൊരു വെളുപ്പിന് 3 മണി റെഡ് ബുള്ളൊക്കെ അടിച്ചിരിക്കേണ്ടി വരും. പിന്നെ അത് ശീലമായി. എന്താ രാത്രി ചൂസ് ചെയ്യാൻ കാരണം കൂടുതൽ കഥയിലും? അങ്ങനെ രാത്രി ചെയ്യാന്ന് വെച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ റോന്താണ് അങ്ങനെ ഒരു സിനിമ ഫുൾ നൈറ്റ് വേണമെന്ന്. പിന്നെ ബാക്കിയുള്ള സീൻ നമുക്ക് തോന്നും ഇത് രാത്രിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും, പകലിനേക്കാളിലും അതിൻ്റെ ഫീൽ അല്ലെ ഇമോഷൻസ് ഒക്കെ വർക്ക് ചെയ്യാൻ നല്ലത് അതായിരിക്കും തോന്നുന്നു. അപ്പം
അങ്ങനെയുള്ളല്ല, അതൊരു നൈറ്റ് എഴുതിയേക്കാന്ന് പറഞ്ഞ് എഴുതുന്നതൊന്നുമല്ല. ഉന്മാദം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്, ഉന്മാദം എഴുതാൻ മണിച്ചിത്രത്താഴ് ഇൻസ്പയർ ആയിട്ടുണ്ടോ? ഉന്മാദം എഴുതാൻ ഇൻസ്പയർഡ് ഇപ്പം നിങ്ങൾ സിനിമയിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇയാൾ വീട്ടിൽ നിന്ന് ആദ്യം എടുത്തുകൊണ്ട് വന്ന 3 പുസ്തകങ്ങളാണ്. അത് ഷെർലക് ഹോംസ്, ഒന്ന് ഏതാണ്ട് 100 വർഷം, മൂന്നാമത്തെ നീല വെളിച്ചം. അതായിരിക്കും കുറച്ചുകൂടെ ഇതിനെഴുതാൻ പ്രേരിപ്പിച്ച പുസ്തകം. നീല വെളിച്ചം എന്ന് വെച്ചാൽ നമ്മുടെ ഭാർഗവി നിലയത്തിന്റെ റൈറ്റിംഗ്. ഓക്കെ, ഭാർഗവി നിലയിൽ കാണിക്കുന്നുണ്ട്, ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ല ഇതിൽ മണിച്ചിത്രത്താഴിനെ കുറിച്ച് സിബി മലയിൽ സംസാരിക്കുന്നൊരു ഇതൊരു കാരണം വേറൊന്നുമല്ല. അത് നമ്മളൊരു എഴുത്തുകാരനാണ്, അയാളൊരു സിനിമ എഴുതാൻ നിൽക്കുകയാണ്. അയാൾ വർക്ക് ചെയ്യാനിരിക്കുന്ന സാധനം തന്നെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരു ആത്മാവുണ്ട് നീതിക്ക് വേണ്ടി എന്നുള്ള ചിന്തയാണ്. ഒരു കഥ എഴുത്തിൻ്റെ പ്രോസസ്സിൽ ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. കാരണം അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, മണിച്ചിത്രത്താഴ് എന്താ പറഞ്ഞാൽ ലോകപ്രശസ്തമായ 3 പ്രബന്ധങ്ങൾ എഴുതിയ ഡോക്ടർ സണ്ണിക്ക് തീർക്കാവുന്നൊരു കേസേ ഉള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഹോമകുണ്ടവും കളവും ഒക്കെ വന്നു എന്ന് നമുക്കത് പറയേണ്ടിയിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നൊരു കൃത്യമായ ആൾക്കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ കാലാകാലങ്ങളായ ഒരു ക്ലീഷേ ഹൊറർ കഥയുടെ ബാക്കി ആത്മാവിൻ്റെ പ്രതികാരമാണ്. ആത്മാവിന് നീതി കിട്ടിയില്ലെങ്കിൽ പ്രേക്ഷകൻ എങ്ങനെ എടുക്കും എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും. അയാളുടെ റൈറ്റിംഗ് പ്രോസസ്സിലാണ് ഇതിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഫയൽ പൂജ ചെയ്ത് വെച്ചിട്ടുണ്ടോ? കേരളത്തിൽ പല സ്റ്റേഷനുകളിലും ഇതേ കണക്കുള്ള ചെറിയ ചെറിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ മാത്രമല്ല അല്ലാതെ ഉള്ളതുണ്ട്. ഇപ്പം പണ്ട് ഞങ്ങൾ മണിയാർ ക്യാമ്പിലായിരുന്നു. മണിയാർ ക്യാമ്പിൽ 2 മലയ്ക്ക് നടുവിലായ ഒരു കോട്ടർഗാർഡ് പണിതു. ആ സമയത്ത് 3-4 പോലീസുകാർ ആക്സിഡന്റ് മരിച്ചു പല സമയത്തായിട്ട്. അപ്പൊ അതങ്ങനെ വന്നോണ്ടാണ് അതൊക്കെ പറഞ്ഞൊരു കോമഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. തൊട്ടാൽ പണി കിട്ടുന്ന ഫയലൊക്കെ ഉണ്ടോ? ചോര പൊടിയുന്ന ഫയലൊക്കെ ഉണ്ടോ? ചോര പൊടിയെന്നല്ല, ഇത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ചോര പൊടിയലും യൂണിഫോമിൽ രക്തം പറ്റാത്തതും വഴി കിടക്കുന്ന ആക്സിഡന്റ് ഉള്ള ആളെ എടുത്തുകൊണ്ട് പോകണ്ടേ? അല്ലാതെ സസ്പെൻഷൻ ഇല്ലാത്ത പോലീസ് സ്റ്റേഷനുണ്ടോ? അൺനാച്ചുറൽ ഡെത്ത് വരാത്ത പോലീസ് സ്റ്റേഷനുണ്ട്. കോട്ടയം നസീറാണ് കുറച്ചുകൂടെ ഞങ്ങളുടെ സിനിമയിൽ ലോജിക്കലി സംസാരിക്കുന്നത്. എനിക്ക് തോന്നിയായിരുന്നു കോട്ടയം നസീറിനെ കുറച്ചും കൂടി ഇടായിരുന്നു എന്ന് തോന്നിയായിരുന്നു. നമുക്ക് കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓവർ യൂസ് ആയി പോകും തോന്നി. വേറൊന്നുമില്ല, നമുക്ക് അയാൾക്കൊരു ഷെയ്ഡ് അയാൾ പറയുന്നത് നുണയാണെന്ന് നമുക്ക് തോന്നണം. അല്ല എന്നുവെച്ചാൽ 2 രീതിയിൽ ഈ സിനിമ കാണണം. സാധാരണ ഒരു വ്യൂവർ അല്ല, അത്ര എഫേർട്ട് എടുക്കാത്തൊരു വ്യൂവറെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ നടക്കണം. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചില്ല. അതാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നതിൻ്റെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഇതല്ല എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മറ്റു പലതും കാണാമെന്ന് വിചാരിച്ചൊരു പ്രേക്ഷകരെയും അങ്ങനെ ചിന്തിക്കുന്നവർക്കും വേണ്ടി ഉണ്ട് ഈ കഥ. ഇപ്പോൾ കോട്ടയം നസീർ ലോജിക്ക് പറയുകയാണ്, അത് അയാൾ പാളത്തിൽ തലയിടിച്ച് വീണതാണ്, അതിന് ഫോറൻസിക് എല്ലാം തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നുണയായിട്ട് ചില ആൾക്കാർക്ക് തോന്നണം. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് കേട്ടിട്ടുണ്ട്. ഇതുപോലെ എഡിറ്റേഴ്സ് ബ്ലോക്ക് വരുമോ? സ്വന്തം പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വേറൊരു എൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ജിതിൻ ജോണിനെ കോ എഡിറ്ററായിട്ട് വെച്ച്. അതായത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിളി പോകുന്നു. ഇതുവരെ ഇത്ര സിനിമ എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ കിളി പോയിട്ടില്ല. പക്ഷേ സംവിധാനം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റ് നഷ്ടപ്പെടുന്നു. അതായത് ഓക്കെ, ഈ ഡിസിഷൻ എടുക്കുന്ന റൈറ്റ് ആണോ? നേരത്തെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കുന്ന സംവിധായകനുണ്ട്. ഇപ്പോൾ സംവിധായകൻ ഞാൻ തന്നെ ആയതുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ ഒരു അഭിപ്രായം എടുക്കുന്നത് വലിയ പാടാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ 35 സിനിമയായിട്ട് വർക്ക് ചെയ്യുന്ന ജിതിനുണ്ട്. അപ്പോൾ ജിതിന് ഞാൻ കോർഡിനേറ്ററായിട്ട് വെച്ചിട്ട് അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ സംഭവം ചെയ്തുകൊണ്ടിരുന്നത്. ഉന്മാദത്തിൽ ഏതൊക്കെ സീൻ ചെയ്യുന്ന സമയത്താണ് കൺഫ്യൂഷൻ ഏറ്റവും കൂടുതൽ വന്നത്? അല്ല, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ട്രാവലിലൊക്കെ നമുക്ക് ഓക്കെ ചെയ്യുന്നത് ശരിയാണോ, മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം നമ്മൾ എക്സ്റ്റേണൽ ഡിസിഷൻസിനുള്ള നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എന്നിട്ടും ഓക്കെ ആയിരുന്നു. അത് പിന്നെയും കൺഫ്യൂഷൻ വന്നോ? ഇതും എല്ലാ കാലത്തും ഉണ്ടാവും. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ ശരിയാണോ ഒന്നുകൂടെ ആ സിനിമ കിട്ടിയ ഒന്നുകൂടെ ഞാൻ എഴുതിയാൽ ഒന്നുകൂടെ പുള്ളി എഡിറ്റ് ചെയ്താൽ ഒന്നുകൂടെ സംവിധാനം ചെയ്താൽ. കാരണം അതെപ്പോഴും നമുക്കത് അതൊരു പൂർത്തിയായാൽ ഫീൽ ഒരിക്കലും ഉണ്ടാവുള്ളൂ ഒരു പടത്തിലും. ഇപ്പം ഏത് പടം കണ്ടല്ലേ, ഇപ്പോൾ ജോസഫ് എടുത്താലും ഞാൻ വെച്ചു അതങ്ങനെ വേണ്ടായിരുന്നു, അപ്പോൾ ഒന്നിങ്ങനെ തിരുത്താമായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. കൈരളി എപ്പോൾ വെച്ചാലും ജോസഫാണ്. കൈരളി മാറിയോ? കൈരളിയിൽ കാരണം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വളരെ എന്തോ സന്തോഷമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഉന്മാദത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറുകളൊന്ന് ലിജോ മോളിൻ്റെയാണ്. പക്ക വൈഫ് എങ്ങനെയാണോ അതുപോലെയാണ്. എങ്ങനെയാണ് ലിജോ മോളിലേക്ക് എത്തിയത്? ശരിക്കും ആരെന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ വൈഫ് ക്യാരക്ടർ ഉണ്ടാക്കിയത്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതാൻ വളരെ പ്രശ്നമുള്ളത് കൊണ്ട് എൻ്റെ സിനിമകളിലെല്ലാം മുൻ സിനിമകളിലെല്ലാം വളരെ മിനിമലായിട്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ സിനിമ എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും നല്ല റെഫറൻസ് എൻ്റെ ഭാര്യയായിരുന്നു. ആണോ? ഭാര്യ അങ്ങനെ തന്നെയാണോ? ഭാര്യ പറഞ്ഞിട്ടുണ്ടോ മമ്മൂട്ടി മോഹൻലാലും കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ പടത്തിൽ പറയുന്ന പോലെ? ഇല്ല, പോലീസ് സ്റ്റേഷനിലാണ് ആ ഡയലോഗ് വരുന്നത്. അവിടെ എന്നെ, കാരണം ഞാൻ കുറേ നാൾ തിരക്കഥ എഴുതാൻ ശ്രമിക്കുകയും ലീവ് എടുത്ത് കിടക്കുകയൊക്കെ ചെയ്ത സമയത്ത് അങ്ങനത്തെ
എന്ന് വെച്ചാൽ ലീവ് എടുക്കുമ്പം അപ്പോൾ കുറച്ച് പോലീസുകാരേ ഉള്ളൂ, അവിടെ സ്റ്റാഫില്ല. ആ സമയത്ത് നമ്മൾ ലീവ് എടുത്ത് പോകുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഇടയ്ക്ക് മെഡിക്കൽ പേപ്പർ കൊടുക്കും, ഇത് അവർക്ക് എഴുതണം, ഓഫീസിൽ ഇരിക്കുന്നവർ എന്നെ കൊണ്ട് വലിയ ശല്യമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് നിനക്കൊന്ന് ലീവ് എടുത്ത് പോയിക്കൂടെ എന്ന്. ശരിക്കും ലാലേട്ടനും മമ്മൂക്കയും കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അതിൻ്റെ ഒരു ആവശ്യം അവർക്കൊണ്ടെന്ന് തോന്നുന്നില്ല. ആയിരക്കണക്കിന് കഥ അവർ കേൾക്കാൻ ക്യൂ നിൽക്കുമ്പോഴാണ് പറഞ്ഞിട്ടുണ്ടോ ലാലേട്ടനോടും മമ്മൂക്കയോടും കഥ? ഇല്ല, മമ്മൂക്കയുടെ നേരിട്ട് ഇതുവരെ കഥ പറയാൻ പറ്റില്ല. ലാലേട്ടനോട് പാട്രിയോട്ട് സെറ്റ് വെച്ചൊരു ഐഡിയ ബൗൺസ് ചെയ്തു. അപ്പോൾ അത് അദ്ദേഹം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതി കൊണ്ടുവരാമെന്ന് ചോദിച്ചു. പക്ഷേ ഐഡിയ വൈസ് പുള്ളിക്ക് വർക്കായി എന്നാണ് പറഞ്ഞത്. ഒന്ന് എഴുതി കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സിനിമ ഓണായി. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ചെറിയൊരു എഴുത്തും പ്രോസസ്സുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ചാക്കോച്ചൻ പറഞ്ഞല്ലോ ചെയ്യാൻ പോകുന്ന അടുത്ത 5 സിനിമകളെ കുറിച്ച് എനിക്കറിയാമെന്ന്. അടുത്ത 5 സിനിമകൾ ഏതൊക്കെയാണ്? അതിപ്പോൾ 5 അല്ല, ഒരു 10 കഥ എന്താറിയാം. അപ്പോൾ അടുത്ത ഒരു ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്ന സിനിമ സൗബിനെ വെച്ചിട്ട് ഒരു പോലീസ് സ്റ്റോറി തന്നെയാണ്. ഇലവിഴ പുഞ്ചറ കോറേറ്ററായ നിതീഷ് സാറും ഞാനും കൂടെ എഴുതുന്നു, ഞാൻ സംവിധാനം ചെയ്യുന്നു. ഈ LCU പോലെ നമുക്കൊരു ഫ്രാഞ്ചൈസി വരുമോ, പടങ്ങളൊക്കെ മൊത്തം കണക്ട് ചെയ്തിട്ട്? ഇല്ല, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഓരോ കഥയും ഡിഫറൻ്റ് ആണ്. അതിൻ്റെ അകത്ത് റോന്തും നായാട്ടും തമ്മിൽ മാത്രമുള്ളൊരു ബന്ധം, ബാക്കി ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് പടം എഴുതാൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടും. എനിക്കതാണ് കിട്ടിയത്. രണ്ടാമത്തെ പടം എഴുതാൻ 5 ലക്ഷം അഡ്വാൻസ് കിട്ടും. രണ്ടാമത്തെ പടം എഴുതാൻ 2 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കിട്ടിയത്. പടത്തിൽ 5 ലക്ഷം കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്. അതിപ്പോഴത്തെ കാലം, അത് ഞാൻ കുറച്ച് ബാക്കല്ലേ. റൈറ്റേഴ്സിന് ഇത്രയും പേയ്മെന്റ് ഒക്കെ ഉണ്ട് മലയാളത്തിൽ? ഞാൻ അത്യാവശ്യം നല്ല പെയ്ഡ് ആയിട്ടുള്ള റൈറ്റർ തന്നെയാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള റൈറ്റർ സാറാണോ? അതെനിക്കറിയില്ല, ഞാൻ മാന്യമായ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല. ഫസ്റ്റ് പടം എഡിറ്റ് ചെയ്യാൻ എത്ര അഡ്വാൻസ് കിട്ടിയത്? 50,000 രൂപ. ഓക്കെ, 50,000 രൂപ. സെക്കൻഡ് പടം ആകുമ്പോഴേക്കോ? പിന്നെ 1 ലക്ഷം രൂപയാണ് പൊതുവെ പിന്നെ ഒരു 3-4 പടത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ 2 ലക്ഷം രൂപ വെച്ചിട്ട് 2 ലക്ഷം രൂപ കോമൺ. ഇപ്പോഴും അതൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ സിദ്ദിഖ് ലാലിന് കഥ എഴുതാനൊരു സ്ഥലം ഉള്ളതുപോലെ ഈ പടത്തിൽ പറയുന്നുണ്ട് കോട്ടേഴ്സിലിരുന്നാലേ കഥ വരൂ. ഇല്ല, ഞാൻ കേരളത്തിന്റെ എല്ലാ ജില്ലകളും ഓടി നടന്നാണ് കഥ എഴുതുന്നത്. എന്താ? ഞങ്ങൾ ആദ്യത്തെ ചർച്ചയ്ക്ക് തന്നെ പോയപ്പോൾ ഞങ്ങൾ 5 ജില്ലയും തമിഴ്നാടും കയറിയിട്ടാണ് വന്നത്. ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ. അത് അത്രയും ദൂരം സഞ്ചരിക്കുന്നത് എഴുതാൻ വേണ്ടി? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കുന്നിടത്ത് ഇരിപ്പുറയ്ക്കാത്ത 2 മനുഷ്യരാണ്. ഒരു രീതിയിൽ ADHD എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പ്രശ്നമുണ്ട്. ഒരു പർട്ടിക്കുലർ സമയത്തിന് അപ്പുറം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പൊതുവെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പോൾ അതായത് യാത്രയിലാണ് കൂടുതൽ സംസാരിക്കുക. യാത്രയിലാണ് കൂടുതൽ സംസാരിക്കുക. അത് എന്ന് പറഞ്ഞാൽ ഇത് സിനിമ സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കണമെന്നല്ല. നമ്മൾ യാത്രയിൽ പുറം കാഴ്ചകളും പിന്നെ പണ്ടത്തെ കഥയെല്ലാം പറഞ്ഞ് തമാശ പറഞ്ഞതിൻ്റെ ഇടയ്ക്കായിരിക്കും സിനിമ പോകുന്നത്. സിനിമ അതിൻ്റെ കൂടെ സിനിമയെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ്. തിരിച്ചു വരുമ്പോഴേക്കും ഒരു ഐഡിയ ഉണ്ടാവും. പൊതുവെ എഡിറ്റ് ചെയ്യുമ്പോഴും ഒരു സ്ഥലത്തിരുന്നാണോ അതോ ട്രാവൽ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യും? ഞാൻ ട്രാവൽ ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യാറുണ്ട്. മഹേഷിൻ്റെ പ്രതികാരത്തിൽ വൈഫുണ്ട്. ഉണ്ട്, മഹേഷിനകത്ത് വൈഫുണ്ട്. ജോജിയിലും വൈഫുണ്ട്. ഉണ്ട്. എന്തുകൊണ്ട് ഉന്മാദത്തിൽ വൈഫില്ല? ഉന്മാദി വൈഫുണ്ട്. ഉണ്ട്. എവിടെ? വൈഫിന്റെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ഇവിടെ നിന്ന് ഒച്ചയമ്പാളം എടുക്കരുത്, ഹോസ്പിറ്റലാണെന്ന് പറയുന്ന ഡോക്ടർ. അയ്യോ, അത് വൈഫാണോ? അയ്യോ, വാതിലൊന്ന് ചാടി എഴുന്നിട്ട് ഇവർ വലിയൊരു വഴക്ക് തിരിച്ച് 2 വഴിക്കായിട്ട് പറഞ്ഞു വിടുന്ന എന്റെ വൈഫാണ്. വൈഫ് എങ്ങനെ ഈ പടത്തിലേക്ക് എത്തി? ആദ്യമേ കാസ്റ്റ് ചെയ്തായിരുന്നോ? വൈഫ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിലെ വീട്ടിൽ കയറാൻ പറ്റില്ല. അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. അഭിനയിക്കാൻ ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിക്കും. ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. അതായത് ചാക്കോച്ചൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സീനുണ്ട്. ആ സമയത്ത് മുണ്ടിലൊരു 2 സ്ഥലത്ത് വെള്ളം കാണിക്കുന്നുണ്ട്. ഒരാൾ ബാത്റൂമിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ എവിടെയൊക്കെയാണോ നനഞ്ഞത് അത് കറക്റ്റായിട്ട് അതെങ്ങനെയാ ചെയ്തു വെച്ചത്? അത് ആക്ടർ ബ്രില്യൻസ് ആണ്. ചാക്കോച്ചൻ ബ്രില്യൻസ് ആണ്. നമ്മുടെ ഇടപെട്ടില്ലായിരുന്നു. സോഷ്യൽ മീഡിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ജോസഫ് ആദ്യം മമ്മൂക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയോട് നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല. മമ്മൂക്കയുടെ മാനേജർ ജോർജ് എന്ന് പറയുന്ന ആളോടാണ് പറഞ്ഞത്. അപ്പം അത് ഞാനും പറയില്ല, ഞാനെപ്പോഴും ഐഡിയ പറഞ്ഞിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ആണ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതൊരു ഷോർട്ട് ഫിലിം കണക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിരുന്ന് എഴുതി ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് വന്നു. പക്ഷെ അപ്പം കേട്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വേറെ വഴി കൂടെ ട്രാവൽ ചെയ്തു. മമ്മൂക്ക അതിന് ശേഷം കണ്ടായിരുന്നോ? ജോസഫിന്റെ കാര്യം പറഞ്ഞായിരുന്നു? ഇല്ല, ഞങ്ങൾ അങ്ങനെ സംസാരിച്ചില്ല. ആക്ച്വലി ജോസഫിൻ്റെ 125ാമത്തെ ദിവസം ഞങ്ങൾക്കെല്ലാം മൊമെൻ്റ് വരുന്നത് മമ്മൂക്കയാണ്. അതിനുശേഷം മാർട്ടിൻ ചേട്ടനായിട്ട് നല്ല അടുപ്പമുള്ളതുകൊണ്ട് നായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മാർട്ടിൻ ചേട്ടൻ ഷൂട്ടിൻ്റെ തലേന്ന് മമ്മൂക്കയെ കാണാൻ പോയപ്പോൾ ഞാനും മാർട്ടിൻ ചേട്ടൻ്റെ കൂടെ പോയിരുന്നു. അങ്ങനെ മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. ജോസഫിനെ കുറിച്ച് സംസാരം ഉണ്ടായിരുന്നു? അപ്പോൾ ഇല്ല, അങ്ങനെ സംസാരമൊന്നും ഉണ്ടായില്ല. അത് അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ അറിയാതിരിക്കുന്ന പോലും എനിക്കറിയില്ല. നമ്മൾ പിന്നീട് ഇന്റർവ്യൂ പറയുമ്പോഴായിരിക്കും അദ്ദേഹത്തിന് അത് അറിയാവുന്നത്. പോലീസുകാരുടെ കഥയല്ലാതെ വേറൊരു കഥ എഴുതോ? തീർച്ചയായും കഥകളുണ്ട്. പിന്നെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ഇതായതുകൊണ്ടും. ഇനി പോലീസുകാരുടെ കഥയല്ലാത്തൊരു കഥ എഴുതിയാൽ എപ്പോൾ വരും, എങ്ങനെ വരും? ഇല്ല, അത് ആക്ച്വലി ഒരു പടം അനൗൺസ് ചെയ്തിരുന്നു, ആരോ എന്ന് പറഞ്ഞ്. അത് എത്ര വർഷം ഇമ്മീഡിയറ്റ് ജോസഫ് കഴിഞ്ഞ് അനൗൺസ് ചെയ്ത പടം അതാണ്. പക്ഷെ എൻ്റെ ബഡ്ജറ്റും അന്നത്തെ ഒരു പ്രളയവും ഇതൊക്കെ വന്ന് അന്ന് നടന്നില്ല. പിന്നീട് അത് ഈ പറയുന്ന കണക്ക് ഹൈ ബഡ്ജറ്റാണ് പടം. അത് പോലീസില്ല, കുട്ടനാടും വള്ളംകളിയും, അങ്ങനെ ഒരു വള്ളംകളി ബേസ് ചെയ്തിരുന്നൊരു കഥയാണ്.
ഷെല്ലി വിത്ത് പല്ലി എങ്ങനെ ചാക്കോച്ചനിലേക്ക് എത്തി? ഷെല്ലിയിലേക്ക് എങ്ങനെ എത്തി? പല്ലിയിലേക്ക് എങ്ങനെ എത്തി? ആദ്യം ഷെല്ലിയാണ് ഉണ്ടായത്, പിന്നെയാണ് പല്ലി വന്നത്. ഓക്കെ. പല്ല് തേച്ചും ഷെല്ലിക്കൊരു വഴികാട്ടിയാണ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു മെറ്റഫറായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നു. പൊതുവെ ഹൊറർ സിനിമയിൽ എപ്പോഴും ഒരു മൃഗം കാണിക്കും. എന്തുകൊണ്ടാണ് പല്ലിയിലേക്ക് എത്തിയത്? പൊതുവെ പൂച്ചയായിരിക്കും. അത് സ്പോയിലർ ആവണ്ട, നിങ്ങൾ ആ ടൈറ്റിൽ സോങ് കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല്ലി എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് പോകുന്നത്. ഇത്രയും എന്താ പറയുക, അന്ധവിശ്വാസം സഹിക്കുന്നത് വേറെ ജീവിയില്ല. പല്ലി ഒളി വീണ പ്രശ്നം, തലേ വീണ പാല് മുറിഞ്ഞ പ്രശ്നം, കളർ മാറിയ പ്രശ്നം. അല്ല, കളർ അതുണ്ട്. ഗളിശാസ്ത്രത്തിൻ്റെ അകത്ത് മറ്റേ റേസിസം ഒക്കെ ഉണ്ട്, കറുത്തതും വെളുത്ത വെള്ളിയൊക്കെ ഉണ്ട്. ഈ നായകന്മാരുടെ പേരെങ്ങനെ ചൂസ് ചെയ്യുന്നത്? ഈ ഷെല്ലി എങ്ങനെ ചൂസ് ചെയ്ത്? ഷെല്ലി ഞങ്ങൾക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ അച്ഛനെ കണക്കാനാണ് ഞാൻ കണ്ടത്. ഇപ്പൊ ഞാനൊരു തിരക്കഥാകൃത്താണെന്ന് ഏറ്റവും ആഗ്രഹിച്ച അച്ഛനാണ്. ഓക്കെ. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ആണ് എനിക്കത് ഭയങ്കരമായി ചെയ്യാൻ തോന്നിയത്. അപ്പം അതേ കണക്കൊരു അച്ഛൻ എന്നുള്ള രീതിയിൽ നമ്മൾ സങ്കല്പിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ കുറച്ച് വായനയും ശീലം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ തൻ്റെ മകൻ എന്ത് പേരിട്ടനെ എന്ന് നോക്കിയപ്പോൾ നമ്മൾ കുറേ സാഹിത്യകാരന്മാരുടെ പേരെടുത്തു. അതിൽ ഒരു കവിയുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്തു, ഷെല്ലി. ഷെല്ലി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേരാണ് ഷെല്ലി എന്ന് പറഞ്ഞ അങ്ങനെയുണ്ട്. അസോസിയേറ്റ് ഡയറക്ടറുടെ പേരും ഉണ്ട്. അത് പക്ഷേ ഈ പേരിലോട്ട് വന്നത് എങ്ങനെയാണ്, അതിന് മുമ്പത്തെ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പേരായിരുന്നു ദിൻനാഥ് പുത്തഞ്ചേരി. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മോൻ എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഇലവഴ പൂഞ്ചിറ. അപ്പോൾ റോന്തിൽ അവൻ്റെ പേരിട്ടു. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കർ എന്നുള്ള പേര് എനിക്ക് കോട്ടയത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു IPS ആയിരുന്നുണ്ടായിരുന്നു, ഹരിശങ്കർ സാറ്. IPS ആയിരുന്നു അന്ന്. അപ്പം അദ്ദേഹത്തിന്റെ പേരാണ് ഇടാൻ തോന്നിയത്. നായാട്ടിലെ 2 നായകന്മാർക്കോ, ജോജുവിനും ചാക്കോച്ചനും? മണിയൻ എന്നുള്ളത് ഒരു പഴയ എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദളിത് ഫാമിലി എന്ന് പറയാവുന്ന, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചേട്ടനായിരുന്നു. പുള്ളി പോലീസ് ഡ്രൈവറായിരുന്നു. അങ്ങനെ മണിയൻ അതിലാണ് വന്നത്. പിന്നെ പ്രവീൺ മൈക്കിൾ എന്നുള്ളത് നമുക്കൊരു സ്വാഭാവിക പേരാണ്, ഒരു ക്രിസ്ത്യൻ പേര് വേണമെന്ന് വെച്ചപ്പോൾ മാർട്ടിൻ പ്രക്കാട്ട് പുള്ളിയുടെ വഴി ഒരു അസോസിയേറ്റിന്റെ പേരെടുത്തിട്ടാണ് ഞാനായിട്ട് പറയുന്നത്. അടുത്ത പടത്തിലൊക്കെ ഇങ്ങനെയായിരിക്കും പേര് വരിക? അടുത്ത പടത്തിലെ നായകന്റെ പേരൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞോ? സൽമാൻ. ഈ സിനിമയിൽ രാത്രി ബോഡിക്ക് കാവലിരിക്കുന്ന കാണുന്നുണ്ട്. ആ ബോഡി തൂങ്ങിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും ഇതുപോലെ കാവലിരുന്നിട്ടുണ്ടോ? പല പ്രാവശ്യവും നൈറ്റ് പെട്രോളിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പം പെട്ടെന്നൊരു ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഡ്യൂട്ടിക്ക് ആൾ വരുന്നിടം വരെ നമ്മൾ അവിടെ നിന്നിട്ട്, ഞാൻ റബ്ബർ തോട്ടത്തിന്റെ നടുക്ക് ഞങ്ങളൊരു കൊടും മഴയത്ത് ഒരു കിണറ്റിലൊരു ബോഡി ഉണ്ടായിരുന്നു. അതിന്റെ കാര്യം ഞങ്ങൾ കുറേ ഇരുന്നിട്ടുണ്ട്. പേടിയാവില്ലേ? പേടി ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ അങ്ങ് പോകും. അതായത് സ്വാഭാവികമായി കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറും. ഇതില് പോലീസുകാരുടെ ഒരു പ്രത്യേക അസുഖം പറയുന്നുണ്ട്. അങ്ങനെ ശരിക്കും പോലീസുകാർക്ക് അത് ഡെലൂഷണൽ ഡിസോർഡർ ഉണ്ടോ? ആ ഡിസോർഡർ ഉണ്ടോ? അതിപ്പം നമ്മൾ നിരന്തരം വർക്ക് ചെയ്യുന്നൊരു സ്പേസിൽ നമ്മൾ നിരന്തരം കാണുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അത് ഏത് ജോലിയാണോ ആ ജോലിയുടെ അനുസരിച്ചായിരിക്കും. അതാണ് എൻ്റെ ഒരു വാസ്തവം. ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ജോണർ ഏതാ? നല്ല കോമഡി എന്ന് പറഞ്ഞാൽ ഇപ്പം ചിദംബരത്തിൻ്റെയൊക്കെ ജാനേമൻ്റെയൊക്കെ ഒരു ക്ലാസ് ഉണ്ടല്ലോ. യാതൊരു വിധത്തിലും ആരെയും, ജാനേമൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാതെ, യാതൊരു വിധത്തിലുള്ള ഇതുമില്ലാതെ സിറ്റുവേഷൻ കോമഡികൾ മാത്രം ചെയ്തിട്ടുള്ള സാധനം. നല്ല കോമഡി മിസ്സാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഏറ്റവും റിസ്ക് ഏതാ എഡിറ്റ് ചെയ്യുക? കോമഡി തന്നെയാണ്. കോമഡി വർക്കായില്ലെങ്കിൽ ട്രാജഡി ആയിരിക്കും. ഇപ്പോൾ രോമാഞ്ചാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ജാനമേൻ്റെ കാര്യം പറഞ്ഞു, ജാനമേൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഒരേ സമയത്ത് കല്യാണം, മരണം, അത് മിക്സ് ചെയ്ത് അടിക്കാൻ ഭയങ്കര. ഇല്ല, എന്നെ എഡിറ്ററെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് എളുപ്പമായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൽ അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ അത് അവരുടെ കഴിവാണ്. നമ്മളത് എക്സിക്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി. എങ്ങനെ ഉന്മാദം എന്ന ടൈറ്റിലേക്ക് എത്തിയത്? ഉന്മാദം എന്നുള്ള ടൈറ്റിൽ ഈ സിനിമയ്ക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും വലിയ പേരതാണ്. പിന്നെ ഇങ്ങനൊരു സിനിമ ചിന്തിക്കുമ്പം, ഇങ്ങനൊരു ഫയൽ കിട്ടി ചിന്തിച്ചപ്പോൾ ആദ്യമേ ചിന്തിച്ചത് ആ വായിച്ച ആ പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തെക്കുറിച്ച് കേട്ടില്ലേ, NP സജേഷ്, ഷാനവാസ്, അങ്ങനെ 2 പേര് എഴുതിയാണ്. എന്തോ ഉന്മാദം, അബോധത്തിൻ്റെ, അങ്ങനെ ഞാൻ അതിൻ്റെ ബാക്കി കേശം വിട്ടു. അത് ലോകത്തുള്ള എല്ലാ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, പെയിൻറ്റേഴ്സ് മുതലായവരുടെ ഭ്രാന്തിനെക്കുറിച്ചാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരെ കുറിച്ച്. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പുസ്തകം 2005 തന്നെയാണ് ഞാൻ വായിക്കുന്നത്, ട്രെയിനിങ്ങിൻ്റെ സമയത്ത്. അത് തന്നെ അതിൻ്റെ അകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര സ്വാധീനിച്ചു. അതിൻ്റെ സ്വാധീനം ഷെല്ലിയിലും ഭയങ്കരമായുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടല്ലോ സിനിമയിൽ. ഇത് അഭിനയം, ഇത് ആക്ടിംഗ് ഒന്നും അല്ല. മറ്റേ ഉണ്ണി വ്ളോഗ് പറഞ്ഞ കണക്ക് ക്യാമറ മേടിച്ചവിടെ ഇരുന്നേ ഞാൻ. ശരിക്കും ക്യാമറ മേടിച്ചവിടെ ഇരുന്നാണ്. ഇങ്ങനെ സമ്മതിക്കുന്നില്ല. അടിപൊളി. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉന്മാദം കാണാനുണ്ട്. എന്താ അവരോടൊക്കെ പറയാറുള്ളത്? ഇത് നിങ്ങൾക്ക് 2 തരത്തിൽ കാണാവുന്നൊരു സിനിമയാണ്. നമ്മളതൊരു സ്ട്രൈറ്റ് ഒരു കുറ്റാന്വേഷണ സിനിമയായിട്ടല്ല. കാരണം കുറ്റാന്വേഷണ സിനിമ എഴുതുവാണെങ്കിൽ നമുക്കൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഒരു ജോസഫോ കണക്ക് ഡീൽ ചെയ്യാവുന്നൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുറ്റാന്വേഷണമല്ല, പിന്നെ ഒരു ഹൊറർ അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ, ഞങ്ങൾ ഒത്തിരി പണി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങൾക്കത് റീവാച്ച് ചെയ്യാൻ നേരം മാത്രമേ ഈ കഥ പരിപൂർണമായും കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണ രീതി കാണുവാണെങ്കിൽ ഒരു സിനിമ നിങ്ങൾക്ക് സാധാരണ രീതി, അതിൻ്റെ ഒരു വിജയമാണ്. ഇപ്പം ഫാമിലി എല്ലാ പടവും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയും കാണാം,
അല്ലാതെ വേറെ ആംഗിളിൽ കാണാനാണ് നിങ്ങൾക്ക് അങ്ങനെയും കാണാവുന്ന രീതിയിൽ ഞങ്ങൾ കുറച്ചധികം പണിയെടുത്ത് കുറച്ച് എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തൊരു സിനിമയാണ്. അത് ഈ കുറച്ച് പേരൊക്കെ ഇപ്പോൾ അത് റീഡ് ചെയ്ത് തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ട് ചാക്കോച്ചൻ? കാരണം ഇതിൻ്റെ അകത്ത് ഷെല്ലി ഒരു വലിയ പോലീസുകാരനല്ല, വലിയ കഴിവുള്ള ആളല്ല, വലിയ എഴുത്തുകാരനല്ല. ഷെല്ലി ഒരു കുടുംബത്തിൽ എന്താ പറയുന്നത്, ഒരു പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ കുറച്ചുകൂടെ ഒന്ന് ഫിനാൻഷ്യലി സെറ്റ് ആവാനുള്ള സാമ്പത്തികപരമായ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ വേണ്ടി എളുപ്പമായ വഴിയായിട്ടാണ് എന്നെ കണക്ക് തന്നെ തിരക്കഥയെ കണ്ടത്. അല്ല, കൂടുതലും ചാക്കോച്ചനുമായിട്ടല്ലേ, അതാണ് ചോദിച്ചത്. എന്തുകൊണ്ട് ചാക്കോച്ചൻ? അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അയാൾ. ഭയങ്കര എന്താ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇടിച്ചിടും മറിച്ചിടും എന്ന് തോന്നുന്ന ഒരാളെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചാക്കോച്ചൻ്റെ ഒരു ഗുണം, ചാക്കോച്ചൻ്റെ അടിക്കുന്ന യൂണിഫോമിനനുസരിച്ച് ചാക്കോച്ചൻ മാറും. ഇപ്പോൾ ഓഫീസറിൻ്റെ വീട്ടിൽ യൂണിഫോം അടിച്ചാൽ ചാക്കോച്ചൻ ഇതാവും, നേരെ മറിച്ച് ഇച്ചിരി ലൂസ് യൂണിഫോം കൊടുത്താൽ പാവമാവും. ഈ മാറ്റം ചാക്കോച്ചനെ കിട്ടും. പക്ഷെ ഭയങ്കര ഒരു ഫിസിക്കുള്ള ഒരാളിൽ നമുക്കിത് അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെയിലറിൻ്റെ അടിയിലാണെങ്കിലും കമൻ്റ് ഇടുന്നത് ഷാഹി ചാക്കോച്ചൻ കോംബോനെ കുറിച്ചാണ്. അത് 2 സിനിമ വിജയിച്ചുകൊണ്ടാണ്. ഓക്കെ. അല്ല, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ചാക്കോച്ചൻ്റെ തേച്ചു മിനുക്കിയിൽ നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ എഴുത്തിന് ഒരുപാട് അങ്ങനെയല്ല. എൻ്റെ എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ ആണ് ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത്. അതിപ്പോൾ ജോസഫ് ആണെങ്കിലും അയാളുടെ കഥയാണ്. ഇപ്പം നായായിട്ട് വരുമ്പോൾ 3 പേർക്കും ഐഡൻറ്റിറ്റി ഉണ്ട്. അത് കണക്ക് ഇപ്പം റോന്താണെങ്കിലും എലവിട പുഞ്ചാണെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, അവർക്ക് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം ആ കഥയുടെ ഭാഗമായിട്ടാണ്, അല്ല നമ്മൾ തേച്ച് മിനുക്കുന്നതല്ല. നമ്മൾ എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എഴുതി വയ്ക്കാൻ പറ്റുമോ അത് അത്രയും അവർക്ക് ഉൾക്കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു കോർട്ട് സീൻ? എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്? വലിയ എഫേർട്ട് എടുത്ത സീനാണ്. ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്തൊരു സീനാണ്. നമുക്ക് കുറച്ചധികം സ്റ്റാറുകളുണ്ട്. മാത്രമല്ല അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കാരണം ഇയാൾ പറയുന്നത്, ആ കോർട്ടിൽ കയറി കോൺഫിഡൻ്റ് ആയിട്ട് ഇയാൾ നിൽക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാളുടെ അസുഖത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാവുന്ന ഇയാളുടെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് ഇയാൾ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു പോയിന്റിലെത്തുമ്പോൾ ഇയാൾക്ക് തന്നെ തിരിച്ചറിയും കയ്യിൽ നിന്ന് പോയി, ഞാനീ പറയുന്നത് ഇങ്ങനെ ആംഗിൾ ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയും. അവിടെ മുതൽ ഇയാൾ ഡൗൺ ആയി തുടങ്ങുന്നു. അയാൾ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സാക്ഷി വരുന്നു. സാക്ഷി കാര്യങ്ങൾ പറയുന്നതോടുകൂടി ഇയാൾക്ക് പൂർണ്ണമായും തിരിച്ചറിയും. എന്ന് മൊത്തത്തിൽ പ്രശ്നമാണ്. പക്ഷേ എന്നാലും പുള്ളിയിൽ ഉറച്ചു നിൽക്കുന്നു, എല്ലാവർക്കും പ്രശ്നമാവുന്നു എന്നുള്ള അത്ര വലിയ ഒരു പ്ലേ. ആ സീൻസ് തിരിച്ചു വായിച്ചാൽ വേറൊരു ആംഗിൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ. അതിനകത്ത് ഏറ്റവും വലിയ ഒരു രസം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അത് ചില ആൾക്കാരെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്തത് അന്ധവിശ്വാസം സപ്പോർട്ട് ചെയ്യാനാണെന്നാണ് ആൾക്കാർ ധരിച്ചത്. ആക്ച്വലി നമ്മൾ തിരിച്ച് ചിന്തിച്ചാണ്. പക്ഷേ അത് നമ്മുടെ ഇതെല്ലാം റീഡ് ചെയ്യാം, പല രീതിയിൽ ആൾക്കാർക്ക് റീഡ് ചെയ്യാം. ആൾക്കാർ അങ്ങനെ ആയിരിക്കും അത് തന്നെ എടുത്തത്.